ഞാൻ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 6 വർഷത്തോളമായി. ഞാൻ അത്രയും നാളും പോസ്റ്റ് ചെയ്തതിൽ എനിക്ക് കഴിഞ്ഞ വർഷം, അതായത് 2025 എനിക്കിഷ്ടപ്പെടുന്ന സാധനങ്ങൾ മേടിക്കാനായിട്ട് കുറച്ച് പേയ്മെന്റ്സ് ഒക്കെ വരാൻ തുടങ്ങിയത്. കുറച്ച് നാളായിട്ട് ഞാൻ ഇച്ചിരി മേടിച്ച കുറച്ച് സാധനങ്ങളുണ്ട്. അത് ഇനി ഒരുപാട് സാധനങ്ങൾ മേടിക്കണമെന്നുണ്ട്. ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങളും ഇപ്പോഴും ഒരുപാട് കിടപ്പുണ്ട്. സ്വന്തം വീഡിയോയിൽ ഞാൻ മേടിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നത് എല്ലാ ആണുങ്ങളുടെ കയ്യിലും ഉണ്ടായിരുന്നാൽ നല്ലതാണെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് സാധനങ്ങളാണിത്. സോ ഇത് വീഡിയോ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. ഒന്നാമത്തത് ഒരു ലിനൻ ഷർട്ട്. ട്രെൻഡുകൾ പല ടൈപ്പ് വന്നെങ്കിലും ലിനൻ കൊണ്ടുവന്ന ആ ഒരു ക്ലാസ് ആയിട്ടുള്ള ആ ഒരു വൈബ് അത് വേറെ ഒരു ഫാഷൻ പീസുകൾക്കും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ലിനൻ എന്ന് പറയുമ്പോൾ ലിനൻ ബ്ലെൻഡ് അല്ല ഉദ്ദേശിക്കുന്നത്, പ്യൂർ ലിനൻ ആണ് ഉദ്ദേശിക്കുന്നത്. പ്യൂർ ലിനൻ നിങ്ങൾ ഇതുവരെ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൺ ടൈം എങ്ങനെ ലൈഫിൽ ട്രൈ ചെയ്ത് നോക്കണം. ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ചൂടൊക്കെ ഉള്ള സമയത്ത് ആ എയർ സർക്കുലേഷൻ, ആ കിട്ടുന്ന കംഫർട്ടും വേറെ ഒരു ക്ലോത്തിങ് പീസ് ഇട്ടാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. പ്യൂർ ലിനൻ ഇത്ര എക്സ്പെൻസീവ് ആണെങ്കിൽ നിങ്ങൾ പൈസ ഇച്ചിരി കൂട്ടിയിട്ടാണെങ്കിൽ വൺ ടൈം ഒരേ ഒരെണ്ണമെങ്കിലും മേടിച്ച് യൂസ് ആക്കി നോക്ക്. മതി, ധാരാളം. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്പർ 2, ലൈറ്റ് ബ്ലൂ ജീൻസ്. ബോട്ടം ബേസ് പല ടൈപ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. ഞാൻ ഒരുപാടൊന്നും എനിക്ക് ഇല്ലായിരുന്നു, കാരണം എൻ്റെ സൈസിലെ അളവ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആൻഡ് ഇപ്പം എനിക്ക് അധികം പീസുകൾ ഒരുപാട് അവൈലബിൾ ആണ്. സോ ഇപ്പം ഞാൻ ചൂസ് ചെയ്തതിൽ ഒരു 4 മാസം മുമ്പ് ഞാൻ ഒരു ബ്ലൂ ഡെനം ജീൻസ് മേടിച്ചായിരുന്നു. ആൻഡ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് നാളായിട്ട് ആ സെയിം ഷെയ്ഡ് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മേടിക്കാൻ പറ്റി. നേരത്തെ പറഞ്ഞാൽ ലിനൻ ഷർട്ട് അത് വൈറ്റ് ആണെങ്കിൽ അതുമായിട്ട് ഇത് കമ്പൈൻ ചെയ്തതിന് വൺ ഓഫ് ദ മോസ്റ്റ് ക്ലാസിയസ്റ്റ് ആയിട്ടുള്ള ഐക്കോണിക് പീസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒക്കേഷൻസ് ഏതാണെങ്കിലും, ഇപ്പം നോർമൽ ഡേറ്റ് ആണെങ്കിലും, ഈവൻ ഒരു മാരേജ് റിസപ്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്ത് ഫംഗ്ഷൻ, ബർത്ത്ഡേ പാർട്ടീസോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് കണ്ണും കൂടി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോമ്പിനേഷനാണിത്. ആൻഡ് അത് ലിനൻ ഷർട്ടും ആയിട്ടാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ ആ ലിനൻ്റെ ടെക്സ്ചറോട് കാരണം കുറച്ചുകൂടെ നല്ല രീതിയിൽ ഒരു നിങ്ങളുടെ ലുക്സ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ലെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ നിങ്ങൾക്ക് ഈ ഷെയ്ഡിലുള്ള ജീൻസ് കിട്ടും. സോ മേക്ക് ഷുവർ നിങ്ങളുടെ വാർഡ്രോബിൽ ഈ ഒരു പീസ് ഉണ്ടായിരിക്കണം. ഇനി മൂന്നാമത്തത് എക്സ്പെൻസീവ് കാറ്റഗറിയിലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു വാച്ച് വേണം. വാച്ച് എന്തുകൊണ്ടാണ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വാച്ചാണ് വേണ്ടത്. ഒന്നാമത്തെ അത്യാവശ്യം പൈസ കുറവുള്ളത്, നല്ല ക്ലാസി ആയിട്ടുള്ള, കാണാൻ അത്യാവശ്യം ലുക്കുള്ള ഒരു എവ്രിഡേ വാച്ച്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് പോകണ്ട. മാക്സിമം പോയി കഴിഞ്ഞാൽ 2000 രൂപയ്ക്ക് അകത്തുള്ള ഒരു വാച്ച്. അത് നിങ്ങൾക്ക് ഡെയിലി യൂസിന് സ്കൂളോ കോളേജിലോ എവിടെ വേണമെങ്കിലും ഇട്ടുകൊണ്ടോ, ഇനി നോർമൽ കാഷ്വൽ ഔട്ട്ഫിറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാം. ഇനി വേണ്ടത് നിങ്ങൾക്ക് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പീസാണ്. നിങ്ങൾ സ്പെഷ്യൽ ഒക്കേഷന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വാച്ച്. അതൊരു 3 to 4K മേളിലായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പീസുകൾ കിട്ടും. ആൻഡ് ഈ ഒരു പീസ് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് എപ്പോഴും ചളവാക്കരുത്. നിങ്ങൾ ആ സ്പെഷ്യൽ ആയിട്ടുള്ള ഒക്കേഷന് മാത്രം ഇടാൻ ശ്രമിക്കുക. ഇനി ബർത്ത്ഡേ പാർട്ടീസ് ആണെങ്കിലും, മാരേജ് ആണെങ്കിലും, ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും ഈ ഒരു ടൈം പീസ് ആയിരിക്കും നിങ്ങൾ ഇടേണ്ടത്. ആൻഡ് എക്സ്പെൻസീവ് ആണെന്നുള്ളതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒക്കേഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഒരു 4 to 5K ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാസിയോ ട്രൈ ചെയ്യാം. ഈവൻ ടൈറ്റനിലൊക്കെ നല്ല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നാലാമത്തെ ഒരു വൈറ്റ് സ്നീക്കേഴ്സ്. വൈറ്റ് സ്നീക്കേഴ്സ് മാൻഡേറ്ററി ആയിട്ടും എല്ലാ ചെക്കന്മാരും കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഫാഷൻ പീസാണ്. ഇത് എന്തുകൊണ്ടായാലും വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഐ എം എ ബിഗ് ഫാൻ ഓഫ് വൈറ്റ് സ്നീക്കേഴ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏതൊരു ഔട്ട്ഫിറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് കണ്ണും പൂട്ടി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് വൈറ്റ് സ്നീക്കേഴ്സ്. വൈറ്റ് സ്നീക്കേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് പ്ലെയിൻ വൈറ്റ്, വേറെ മറ്റു വർക്ക്സോ ഒന്നുമില്ല, മറ്റു കളേഴ്സോ ഒന്നുമില്ല. രണ്ടാമത്തത് വൈറ്റ് സ്നീക്കേഴ്സ് തന്നെ, എന്നാലും ചെറിയ രീതിയിൽ എന്തെങ്കിലും വർക്ക്സോ മറ്റു ലോഗോസോ ചെറിയ രീതിക്ക് വരുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഞാൻ രണ്ടാമത്തെ പ്രിഫർ ചെയ്യുന്നത്. ഒന്നാമത്തെ പ്ലെയിൻ വൈറ്റ് ആകുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് ചെറിയ രീതിയിൽ ഇപ്പം പണ്ടെന്നൊക്കെ പറയാൻ എനിക്ക് സിമ്പിളായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഇഷ്ടമാണ്. ഇപ്പം എനിക്ക് ചെറിയ രീതിയിൽ വർക്ക്സും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് വരുവാണ്. സോ അതുകൊണ്ട് എനിക്ക് ഈ ഒരു സ്നീക്കർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഈ വീഡിയോ കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സിനും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറ്റ് സജഷനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇനി വേണ്ടത് ഒരു ഐക്കോണിക് പീസാണ്. ഞാൻ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സാധനം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ റീസണായിട്ട് കുറച്ച് നാളായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ചെൽസി ബൂട്ട്. ആൻഡ് ചെൽസി ബൂട്ട് ചൂസ് ചെയ്യുമ്പോൾ സാധാ രീതിയിലുള്ള ചീപ്പായിട്ടുള്ള എപ്പോഴും എല്ലായിടത്തും കണ്ടുവരുന്ന സെയിം ചെൽസി ബൂട്ട് യൂസ് ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള ചെറിയ രീതിയിൽ എന്തെങ്കിലും വ്യത്യാസമുള്ള ചെൽസി ബൂട്ട് ട്രൈ ചെയ്യുക. എൻ്റെ കയ്യിലുള്ളത് കാട്ടിലാണ് ഈ ഒരു ചെൽസി ബൂട്ടാണ്. ഇതിനകത്ത് ചെറിയ രീതിയിൽ വർക്ക്സ് ഒക്കെ വരുന്നു. ട്രൈ ചെയ്യുമ്പോൾ യുണീക്ക് ആയിട്ടുള്ള ചെൽസി ബൂട്ട് ട്രൈ ചെയ്യുക. എല്ലാവരുടെയും ഉള്ള സെയിം സാധനം 400-500 രൂപയും കൊടുത്ത് മേടിക്കാതിരിക്കാൻ ശ്രമിക്കുക. 1000 മുതൽ 2000 വരെ വെച്ചിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു സാധനം കിട്ടുന്നതായിരിക്കും. ആൻഡ് ഫൈനലി ഒരു പെൻ. ഇതൊരു ഫാഷൻ പീസ് ഒന്നുമല്ല, പക്ഷേ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കേണ്ട ഒരു സിഗ്നേച്ചർ ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ആണുങ്ങളുടെയും ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം കുറച്ചധികം ബാങ്ക്സിലൊക്കെ പോകാറുണ്ട്. സോ എനിക്ക് സൈൻ ചെയ്യാനും ഫോം ഫില്ല് ചെയ്യാനായിട്ടും ഒരു പേന തപ്പി അവിടെ കിടന്നിറങ്ങും. ഒരുപാട് തവണ ഞാൻ അവിടുത്തെ ബാങ്കിലുള്ളവരോട് ചോദിച്ചിട്ടുണ്ട്, പേന ചോദിച്ചു. ചിലപ്പോൾ പറയും അവിടെ ഉണ്ട്, അവിടെ ഇല്ല എന്നൊക്കെ പറയും. സോ കാണാറുമില്ല. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു സാധനം കയ്യിലുണ്ടായിരിക്കാൻ നല്ലതാണ്. ഇത് തന്നെ ആവണമെന്ന് ഞാൻ പറയത്തില്ല, വേറെ ഒരു നോർമൽ പെൻ ആയാലും മതി. ബട്ട് ഒരിച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. സ്റ്റിച്ച് യുണീക്ക് ആയിട്ടിരിക്കും. ബിക്കോസ്
ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല, ബട്ട് ഐ ലൈക്ക് എക്സ്പെൻസീവ് തിങ്സ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഡയറിയിൽ ഇപ്പം ടു ഡു ലിസ്റ്റ് ആണെങ്കിലും നാളത്തെ കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ പോലും ഞാൻ ഈ ഒരു പേന വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ ഓഫീസിൽ ഇരിക്കുന്ന പേനാണ്, വീട്ടിൽ വേറെ ഒരെണ്ണമുണ്ട്, ആൻഡ് എവറി ഡേ ക്യാരിക്കും വേറെ ഒരെണ്ണമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇത് പെട്ടെന്നൊന്നും തീരത്തൊന്നുമില്ല. 50-100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റീഫില്ലും കിട്ടും. എല്ലാവർക്കും ഇതുപോലെ വേണമെന്ന് ഞാൻ പറയാതില്ല, പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇത് ഉണ്ടായിരുന്നാൽ നല്ലതെന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. സോ ഇതൊരു ഫാഷൻ പീസ് അല്ല, പക്ഷേ ഒരു സ്റ്റേറ്റ്മെന്റ് പീസായിട്ട് കാണാനും പറ്റും. സ്വന്തം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. എല്ലാ പ്രോഡക്ട്സിനും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്വന്തം വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം.